പിറവം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അവിടെ ഇരിപ്പുണ്ടല്ലോ, അവരുടെ ഓഫീസില് അവര് ഭരിച്ച സമയത്ത് കൈക്കൂലി വാങ്ങിയിട്ടില്ല, അവരെ ബാക്കിയുള്ളവർ വാങ്ങിച്ചിട്ടില്ല. അവർ ചോദിക്കുക, ഞാൻ അതിന്റെ അടുത്തുള്ള ആളാ, എന്താ ആവശ്യം? നിങ്ങളെല്ലാം വാങ്ങിച്ചത്, നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ഒരു പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ മെമ്പറായി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയ ശേഷം വീണ്ടും വീണ്ടും അതിലേക്ക് ഒന്ന് മാറി മറ്റുള്ളവർ എന്തോട് ഒരാള് മത്സരിക്കുന്നതേ, ഒരാള് ജനപ്രതിനിധി ആയിരിക്കും, ഒരു നഗരസഭാ ചെയർപേഴ്സൺ ആയിരിക്കും ചെയ്യുന്നത് വീണ്ടും കൈക്കൂലിക്ക് വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത്. എന്താ ഈ പറയുന്നത്? ഇങ്ങനെയൊന്നും ഒരു കാര്യത്തെ ഇങ്ങനെയൊന്നും വീക്ഷിക്കരുത്. ഒരു കാര്യത്തെ ഇങ്ങനെയല്ല വീക്ഷിക്കേണ്ടത്. ജനപ്രതിനിധികളുടെ ജനാധിപത്യ സംവിധാനത്തെയും ഇങ്ങനെ വീക്ഷിക്കരുത്. 4.5 വർഷം കഴിഞ്ഞിട്ട് 4.5 വർഷം കഴിഞ്ഞാൽ എല്ലാ ജനപ്രതിനിധികളും പഞ്ചായത്തിൽ പറയും ഞാൻ ഇനി മത്സരിക്കുന്നില്ല. പക്ഷെ 11,600 രൂപയാണ് ഒരു കൗൺസിലർക്ക് പരമാവധി കിട്ടാവുന്ന പൈസ. പക്ഷേ ആ സീറ്റ് പങ്കുവയ്ക്കുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്ന പരാക്രമമുണ്ടല്ലോ, എനിക്ക് ഇന്ന വാർഡ് തന്നെ വേണം. അപ്പോഴാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള കാലുമാറ്റങ്ങൾ വരുന്നത്. ഞാൻ അങ്ങോട്ട് പോകണു, ഞാൻ ഇങ്ങോട്ട് പോകണു. അപ്പൊ 11,600 രൂപയല്ല ഒരു കൗൺസിലറുടെ പ്രതിമാസ വരുമാനം എന്നുള്ള കാര്യം ഉറപ്പാണ്. അഴിമതി കാര്യത്തിൽ ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും സ്ത്രീകളായിരിക്കും ഒരു പക്ഷേ അഴിമതിയിൽ കൂടുതൽ നിൽക്കുന്നത്. പ്ലീസ്, നിങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം മിണ്ടാതെ കൂടി ഇരുന്നല്ലോ. ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവർ റീസെന്റ് ഞാൻ പറയാം, ഇവർ പലപ്പോഴും മേഡം തന്നെ പറഞ്ഞു, ഇവർ പലപ്പോഴും ഇമോഷണലി കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.